ഇനി നെക്സ്റ്റ് ആണ് സ്റ്റെബിലിറ്റി ഓഫ് സോൾസ്. സ്റ്റെബിലിറ്റി ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സോൾ അതുപോലെ നിൽക്കുക, അതിൽ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാൻ പാടില്ല. പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെന്താണ്, അൺസ്റ്റേബിൾ ആകുമ്പോഴാണ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാന്ന് വെക്കുക. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അടുത്ത് വന്നാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുള്ളൂ. അതൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി എന്താ നോക്കാം. ആദ്യം പറയുന്നത് ലയോഫോബിക് സോൾസ് ആണ്. അപ്പോൾ ഏതൊരു ലയോഫോബിക് സോൾസ് എടുത്തു കഴിഞ്ഞാലും അതിലെ എല്ലാ പാർട്ടിക്കിൾസിനും എന്താണ്, സെയിം ചാർജാണ്. സെയിം ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക, അവിടെ റിപ്പൾഷനാണ്. അവർക്കിടയിൽ റിപ്പൾഷൻ ഉണ്ടാവും. റിപ്പൾഷൻ ഉണ്ടാകുമ്പോൾ പാർട്ടിക്കിൾസ് എന്തായിരിക്കും, കുറേ അപ്പാർട്ട്, കുറേ ദൂരത്തിലാണ് നിൽക്കുക. കുറേ ദൂരത്തിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഗ്രഗേറ്റ് ചെയ്തിട്ട് അവർക്ക് ഒരിക്കലും അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് എന്തുള്ളത്, ലയോഫോബിക് സോൾസിന് ഈ ഒരു റീസൺ കൊണ്ടാണ് സ്റ്റെബിലിറ്റി വരുന്നത്. ഇനി നെക്സ്റ്റ് ലയോഫിലിക് സോൾസിൻ്റെ എന്താണ്, ലയോഫിലിക് സോൾസ് ആണെന്നുണ്ടെങ്കിലും സിമിലർ ചാർജസ് ആയിരിക്കും, റിപ്പൾഷൻ ഉണ്ടാവും, അപ്പാർട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ അവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അഗ്രഗേറ്റ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാൻ പറ്റില്ല. അതാണ് അവരുടെ സ്റ്റെബിലിറ്റിക്കും ലീഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ലയോഫിലിക് സോൾസിന് ഇത് കൂടാതെ വേറെ എന്താ ചോദിച്ചാൽ എക്സ്റ്റെൻസീവ് സോൾവേഷനാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്, ലയോഫിലിക് സോൾസ്. അതൊക്കെ ആദ്യം വന്നതാണ്. അപ്പോൾ എക്സ്റ്റെൻസീവ് സോൾവേഷൻ എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ് മോളിക്യൂൾസ് വന്നിട്ട് നമ്മുടെ പാർട്ടിക്കിൾസിൽ വന്ന് എല്ലാ സൈഡിൽ നിന്നും എന്താണ് സോൾവേറ്റ് ചെയ്ത് അതിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. നമുക്കൊരു ഹെവി ലെയർ ഓഫ് സോൾവെൻ്റ് തന്നെ നമ്മുടെ പാർട്ടിക്കിളിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിസിബിൾ ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ലയോഫിലിക് പാർട്ടിക്കിളിനെ അവരെന്താണ് ഒരു കേസിൽ ട്രാപ്പ് ചെയ്ത പോലെയാണ് എന്തിരിക്കുന്നത്, നമ്മളെ ലയോഫിലിക് സോൾ പാർട്ടിക്കിൾ ഇരിക്കുന്നത്. അത് അതിന് എന്ത് കൊടുക്കും, എക്സ്ട്രാ സ്റ്റെബിലിറ്റി അതിന് കൊടുക്കും എന്നാണ് പറയുന്നത്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റിൽ ലയോഫിലിക്കിൽ എന്താണ്, സെയിം ചാർജാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാകും, റിപ്പൾഷൻ ആയിരിക്കും. റിപ്പൾഷൻ ആകുമ്പോൾ അവർ പാർട്ടിക്കിൾസ് ദൂരെ പോകുമ്പോൾ അവർക്ക് അഗ്രഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അതിൻ്റെ സ്റ്റെബിലിറ്റി കൊടുക്കും. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസീവ് സോൾവേഷൻ കാരണം നമ്മളുടെ പാർട്ടിക്കിൾസിൻ്റെ മുകളിൽ നമുക്ക് സോൾവെൻറ്റിൻ്റെ ഒരു ഹെവി ലെയർ ഷീറ്റിനെ കാണാൻ പറ്റും. അതും അതിനെന്ത് കൊടുക്കുന്നുണ്ട്, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലയോഫിലിക് സോൾ എന്താണ്, മോർ സ്റ്റേബിൾ ദാൻ ലയോഫോബിക് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഇതും നമ്മൾ പഠിച്ച പോയിൻ്റാണ് കേട്ടോ. ബ്രൗണിയൻ മോഷനും എന്തിന് ആഡപ്പ് ചെയ്യുന്നുണ്ട്, സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പോൾ നെക്സ്റ്റ് ആണ് കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയാം കേട്ടോ. രണ്ടിനും ഒരേ മീനിങ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു കൊളോയിഡൽ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഡിസ്പേഴ്സ്ഡ് ഫേസിനെ പ്രിസിപ്പിറ്റേഷൻ ചെയ്യാൻ വേണ്ടി എങ്ങനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാണ്, നമ്മളവിടെ ചെയ്യിപ്പിക്കുകയാണ്. ഇൻഡ്യൂസ്ഡ് അഗ്രഗേഷൻ ഓഫ് ഇറ്റ്സ് പാർട്ടിക്കിൾസ്, അതിലുള്ള പാർട്ടിക്കിൾസിനെ ഒരുമിച്ച് കൊണ്ടുവരിക, അഗ്രഗേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത്, അഗ്രഗേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊയാഗുലേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഫ്ലക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി ലയോഫോബിക് ഉണ്ട്, ലയോഫിലിക് ഉണ്ട്. അപ്പോൾ ലയോഫോബിക് സോൾസിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അതിലെ പാർട്ടിക്കിൾസിന് എല്ലാവർക്കും സെയിം ചാർജ് വരുന്നത് കൊണ്ടാണ് അവർ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്ത് ഫോം ചെയ്യാത്തത്, പ്രിസിപ്പിറ്റേറ്റ്സ് ഫോം ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് പ്രിസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവിടെ ഏത് ചാർജാണോ പ്രസൻ്റ് ആയിട്ടുള്ളത് ആ ചാർജിനെ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂട്രലൈസ് ചെയ്യണം. അല്ലെങ്കിൽ ആ ചാർജിനെ നമ്മൾ കുറച്ച് ലോവർ ചെയ്ത് കൊണ്ടുവന്നാൽ അവിടെ എന്ത് നടക്കും, നമ്മുടെ കൊയാഗുലേഷൻ നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഫസ്റ്റ് മെത്തേഡാണ് എന്ത്, പേഴ്സിസ്റ്റൻ്റ് ഇലക്ട്രോഫോറസിസ്. നമ്മൾ ഇലക്ട്രോഫോറസിസ് നമ്മൾ കുറച്ച് കൂടുതൽ ടൈം ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്താണ് ആഡ് ചെയ്യേണ്ടത്, ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കൊളോയിഡോ അല്ല എന്നുണ്ടെങ്കിൽ പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിലെ അഡ്സോർബ്ഡ് അയോൺസിനെ റിമൂവ് ചെയ്ത് കളയും. അപ്പോഴും അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു, അവരുടെ ചാർജ് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കൊളോയിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ന്യൂട്രലൈസേഷൻ നടക്കും. അല്ലെങ്കിൽ വേറെ എന്താ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്, ഇലക്ട്രോഫോറസിസ് കുറച്ച് കൂടുതൽ നേരത്തിൽ നമ്മൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പൊതുവേ ഇത് വരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോലൈറ്റ്സിനെ ആഡ് ചെയ്ത് കൊടുക്കലാണ് നമ്മൾ പൊതുവേ ചെയ്യുന്ന ഒരു മെത്തേഡ്. അപ്പോൾ അവിടെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ എന്താണ്,
നമ്മൾ ആർസീനിയസ് സൾഫൈഡ് എന്ന് പറയുന്നത് എന്താ, ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡാണ്. അപ്പോൾ നെഗറ്റീവ്ലി ചാർജുകൾ നമുക്ക് ഏത് ആഡ് ചെയ്യേണ്ടത്, പോസിറ്റീവ് ചാർജ്. അപ്പോൾ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ അതിലത്തെ ബേരിയം 2+ പോയിട്ട് അവിടെ പോയി അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്താണ്, ആ നെഗറ്റീവും പോസിറ്റീവും കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് ആർസീനിയസ് സൾഫൈഡ് എന്താണ്, അഗ്രിഗേറ്റ് ചെയ്യാൻ തുടങ്ങും. അഗ്രിഗേറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് നടക്കും, കൊയാഗുലേഷൻ നടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് ഒരു സഫീഷ്യൻറ്റ് എമൗണ്ടിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്, കൊയാഗുലേഷൻ നടക്കുന്നത്. ഓപ്പോസിറ്റിലി ചാർജുള്ള ഇലക്ട്രോലൈറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും നമ്മുടെ കൊളോയിഡൽ സൊല്യൂഷൻസിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ചാർജസ് ന്യൂട്രലായിട്ട് അവിടെ അഗ്രിഗേഷൻ നടന്നിട്ട് എന്താണ്, അവർ അഗ്രിഗേറ്റ് ചെയ്ത് കൂടിച്ചേർന്ന് അവരുടെ സൈസ് കൊളോയിഡൽ റേഞ്ചിനെങ്കായും വലുതാവും. അപ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്, പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത്, ലയോഫോബിക്കിൽ പറയുന്നത്. ഈ ലയോഫിലിക് ആവുന്ന സമയത്തും അവരുടെ സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഒരു പോയിന്റ് എന്തായിരുന്നു, അവരുടെ സിമിലർ ചാർജ് ആയിരുന്നു. അപ്പോൾ സിമിലർ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സിനെ ആഡ് ചെയ്യുക. ഇനി സെക്കൻഡ് ഒരു ഫാക്ടറും കൂടെ ഉണ്ടായിരുന്നു അവരുടെ സ്റ്റെബിലിറ്റിക്ക്, എന്താണ്, സോൾവേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഡിഗ്രി ഓഫ് സോൾവേഷൻ റെഡ്യൂസ് ചെയ്താലാണ് അവിടെ എന്ത് നടക്കുക, കൊയാഗുലേഷൻ നടക്കുക. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് അവരുടെ സ്റ്റെബിലിറ്റിക്ക് ലീഡ് ചെയ്യുമ്പോൾ നമ്മൾ ലാർജർ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ മാത്രമേ ഏത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുള്ളൂ, ലയോഫിലിക് സോൾസിലെ പാർട്ടിക്കിൾസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുള്ളൂ.